ഹലോ കൂട്ടുകാരെ, നമസ്കാരം, അസ്സലാം വലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ചോറിന് കൂട്ടാൻ പറ്റിയൊരു കിടിലൻ ടേസ്റ്റുള്ളൊരു വെള്ളരിയും ചെമ്മീനും കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുറേ ചോറ് നമുക്ക് തിന്നാനാവും. പിന്നെ കുറേ ചോറ് തിന്നരുതെന്നാണ്, എന്നാലും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഇത്രയും ചെമ്മീനാണ് ഞാൻ എടുത്തത്. ഇതൊരു 200 ഗ്രാം അല്ലെ, ഒരു 150 ഗ്രാം അത്രയേ ആവശ്യമുള്ളൂ. പിന്നെ വലിയ ഒരു അധികം വലിപ്പമില്ലാത്തൊരു വെള്ളയരീൻ്റെ പകുതി ഇത്ര വലിപ്പത്തിൽ തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ തക്കാളി, പച്ചമുളക്, പിന്നെ ഒരു ചെറിയൊരു വലിയുള്ളി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. പിന്നെ കുടുംബ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കമൻറ്റിൻ്റെ അടുത്താണുള്ളത്. നിങ്ങളത് എന്ത് ചെയ്യണം, ഒന്ന് ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴെ ഒരു പിന്നെ എന്താ പറയുക, ഒരു പോയിൻറ്റിൻ്റെ ഒരു ചിഹ്നം വരും. അതും കൂടി ഒന്ന് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ ഒരു മുറി തേങ്ങ വേണം, അരച്ചെടുക്കണം, പച്ചത്തേങ്ങ. പിന്നെ തക്കാളി ഇതുപോലെ കട്ട് ചെയ്യണം. അല്ലാണ്ട് തോന്നിയ പോലെ നമ്മൾ ഒരിക്കലും ഓരോ കറിക്കും ഓരോ ടേസ്റ്റാണ് വരും കേട്ടോ. തക്കാളി ഉള്ളിയെല്ലാം മുറിക്കുന്നതിൽ ടേസ്റ്റിന് മാറ്റം വരും. അതുകൊണ്ട് ഇതുപോലെ ചെറിയൊരു വെല്ലുള്ളിയാണ് എടുത്തത് കേട്ടോ. ഒരു തക്കാളി, 5 പച്ചമുളക്. അപ്പോൾ ഒരു കുക്കർ എടുക്കുക, എന്നിട്ട് കുക്കറിലോട്ട് ഈ വെള്ളരി ഇട്ട് കൊടുക്കുക. വെള്ളരി ഇട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തരുന്നത്. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും കേട്ടോ. ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി, പച്ചമുളക്, വലിയുള്ളി, പിന്നെ വെള്ളരി, ചെമ്മീൻ ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ചേർക്കരുത്, കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് കൂടിപ്പോരുത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ഇതാ ഇത്ര ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ടാണ് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുക. ഇത് കൈകൊണ്ട് ശരിക്കും പെരക്കണം നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കുമ്പോൾ. ഇത് പിന്നെ വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കൊണ്ടാട്ടോ. അപ്പോൾ ഇത് കുക്കറൊന്ന് അടച്ച് ഒറ്റൊരു വിസിലിടുക, അടിപ്പിക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ കുക്കർ തുറക്കുക, വെള്ളത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട്. എന്നിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഈ വെള്ളരി ഇങ്ങനെ ഉടച്ച് കളയാൻ പാടില്ല കേട്ടോ. എന്നിട്ട് തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് പാകമാണോ നോക്കുക, പാകമില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ കറി കുറേ കറി ഉണ്ടാവും കേട്ടോ. നമുക്ക് എന്തെങ്കിലും പരിപാടിയെല്ലാം ഉള്ളവരിങ്ങനെ ഒന്ന് കുറേ ആളെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കറി വെച്ചാൽ ഒരു 10 ആക്കെല്ലാം കൂട്ടാനുള്ള കറി ഉണ്ടാവും. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കുക. ഇങ്ങനത്തെ കറിയൊന്നും ഒരിക്കലും കുറേ നേരം തിളക്കാൻ പാടില്ല. കുറേ നേരം തിളച്ചാൽ അതിൻ്റെ കറീൻ്റെ ടേസ്റ്റും പോവും. പിന്നെ അതൊരു വേറൊരു കോലത്തിലായി മാറും. അതുകൊണ്ട് അധികം തിളച്ച് പൊന്തരുത്, എന്നാലോ തിളക്കുകയും വേണം. എന്നിട്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് തിള വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് തിളക്കുക നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഇത് കണ്ടില്ലേ, ഇത് തിള വന്നപ്പോൾ തീ ഓഫ് ചെയ്ത് അതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് അളവിന് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 3 വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് കറിയിലേക്കൊന്ന് വറവാക്കി കൊടുക്കുക.
ഇത്രയാണ് ഇതിനുള്ള പണിയുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ വേറൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. ടാറ്റാ ബൈ ബൈ.